തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൻ തദ്ഖുലുൽ ജന്നത ഹത്താ തുഅ്മിനു. ഈമാൻ ഇല്ലാതെ സ്വർഗ്ഗത്തിൽ പോകാൻ കഴിയില്ല. ചില ആളുകളൊക്കെ വിചാരിക്കും നല്ല മനുഷ്യന്മാരൊക്കെ സ്വർഗ്ഗത്തിൽ പോകുന്നതാണ്. ശരിയാണ്, നല്ല മനുഷ്യനാകണമെങ്കിൽ ഈമാൻ ഉണ്ടാകണം, വിശ്വാസം ഉണ്ടാകണം. വലൻ തുഅ്മിനു ഹത്താ തഹാബു. തമ്മിൽ സ്നേഹിക്കാതെ നിങ്ങൾ ഈമാനുള്ളവരാവില്ല. തമ്മിൽ സ്നേഹിക്കാതെ ഈമാനുള്ളവരാവില്ല. അപ്പൊ മനസ്സിലായല്ലോ, നമുക്ക് ഈമാൻ ഉണ്ടോ ഇല്ലേ? എത്ര ഉണ്ട്? ഇത് ആരായിട്ട സ്നേഹം? വിശ്വാസികളുമായിട്ട് സ്നേഹം, മാതാപിതാക്കളും മക്കളും തമ്മിൽ സ്നേഹം, ജ്യേഷ്ഠാനുജന്മാരും സഹോദരിമാരും തമ്മിൻ സ്നേഹം, അയൽവാസികളും നാട്ടുകാരും വീട്ടുകാരും കൂട്ടുകാരും ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാരോടും സ്നേഹം. സ്നേഹിക്കാതെ ഈമാൻ ഉണ്ടാവൂല, ഈമാൻ ഇല്ലാതെ സ്വർഗത്തിൽ പോകൂല. അർത്ഥശങ്കക്കടമില്ലാതെ റസൂലുള്ളാഹി പറയാണ്, മുസ്ലിമിലെ 54-ാമത്തെ ഹദീസാണ്. അല്ല അതുല്ലുക്കും, ഞാൻ ഒരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. റസൂലുള്ളാഹി ചോദിക്കുകയാണ്, ലൗ ഫഅൽതുമൂഹു ലതഹാബബ്തും. നിങ്ങളത് ചെയ്താൽ നിങ്ങൾ തമ്മിൽ സ്നേഹിക്കുക തന്നെ ചെയ്യും. എന്താണ്? അഫ്ശുസ്സലാമ ബൈനക്കും. സലാം പറയാം. സലാം പറയാന്നല്ല, സലാം പ്രചരിപ്പിക്കുക. കാണുമ്പോഴെല്ലാം സലാം. അപ്പൊ വീട്ടിലുള്ളവരോടോ അതിലൊക്കെ എന്നാ അല്ല അസ്സലാമു അലൈക്കും. അന്യരെ കാണുമ്പോ അസ്സലാമു അലൈക്കും. ഭർത്താവിനെ കാണുമ്പോഴോ കൊരക്കുക. ഇതിന്റെ ആവശ്യമുണ്ടോ? എല്ലാരെ കാണുമ്പോഴും. ആർക്കാണ് കൂടുതൽ സമാധാനം കിട്ടേണ്ടത്? ബാപ്പാക്കും ഉമ്മാക്കും, ഭാര്യക്കും ഭർത്താവിനും, ആങ്ങളക്കും പങ്ങക്കും, നാട്ടുകാർക്കും കൂട്ടുകാർക്കും വീട്ടുകാർക്കൊക്കെ, കേട്ടോ. അതുകൊണ്ട് വീട്ടിൽ കയറിയാൽ സലാം, റൂമിലേക്ക് കയറിയാൽ സലാം, അടുക്കളയ്ക്ക് ചെന്നാൽ സലാം. അങ്ങനെ തുടങ്ങിയിട്ടുണ്ടോ? ഇല്ലല്ലേ? ഒന്ന് തുടങ്ങ. ആർക്ക് സമാധാനം കിട്ടണ്ട? അങ്ങനെ ആരുമില്ലല്ലോ. നശിച്ചു പോട്ടെ, ചത്തുപോട്ടെ, കുരുപ്പ് പിടിക്കട്ടെ എന്ന് നമുക്ക് ആരെക്കുറിച്ചും പറയാൻ അവകാശമില്ല. അപ്പോ സലാം മടക്കിയ, സലാം പറഞ്ഞാലും സലാം മടക്കാത്ത ചില ആൾക്കാരുണ്ട്. അവർക്ക് മനസ്സിലായിട്ടില്ല, നമ്മളല്ല സലാം കൊടുക്കുന്നത്, അള്ളാഹുവാണ്. അപ്പോ അല്ലാഹുവല്ലാത്തവരോട് ഇസ്തിഗാസ ചെയ്യുന്ന, ദുആ ഇരക്കുന്ന, ജാറങ്ങളെ, ദർഗകളെ, മക്കാമുകളെ ബഹുമാനിച്ച് ആദരിച്ച് ആരാധിക്കുന്ന ആളുകൾക്ക് നമ്മൾ അങ്ങോട്ട് സലാം പറഞ്ഞാൽ, ആ ഗ്രൂപ്പിൽപ്പെട്ടവർക്ക് സലാം പറഞ്ഞാൽ ചിലപ്പോൾ അവർ മടക്കുന്നില്ല. മനസ്സിലാകാത്തതുകൊണ്ടാണ്. സത്യവിശ്വാസിയായ അള്ളാഹുവിനോട് മാത്രം ദുആ ഇരക്കുന്ന, നബിമാരുടെ മാർഗത്തിൽ നിൽക്കുന്ന നമ്മളല്ലേ അങ്ങോട്ട് സലാം പറയുന്നത്. സലാം പറയുമ്പോൾ നമ്മൾ അങ്ങോട്ട് പറയല്ല, അള്ളാഹുവേ ഈ ആൾക്ക് സലാം, സമാധാനം കൊടുക്കണേന്ന് പറയാണ്, കേട്ടോ. അതുകൊണ്ട് സലാം പ്രചരിപ്പിക്കുക. തഹാദു തഹാബു, സമ്മാനങ്ങൾ കൈമാറുവിൻ, തമ്മിൽ സ്നേഹിക്കുവിൻ, റസൂലുള്ളാഹി പറയാം. അപ്പൊ സ്നേഹമാണ് സമാധാനത്തിന്റെ മാർഗം, സമാധാനമാണ് സ്നേഹത്തിന്റെ മാർഗം. അതുണ്ടായാലാണ് ഈമാൻ ഉണ്ടാകുക, അതുണ്ടായാലാണ് സ്വർഗത്തിൽ പോവുക. അറിഞ്ഞില്ല എന്ന് പറയണ്ട. എല്ലാ പിണക്കങ്ങളും മാറുക. ആര് പിണങ്ങിയിട്ടുണ്ട് നമ്മൾ അറിഞ്ഞാലും ഒന്ന് ഇണങ്ങിക്കളിട്ടോ, ഒന്ന് ഇണങ്ങിനെന്ന് പറയാം. മുസ്ലിമിലെ 2565-ാമത്തെ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളിയത്, തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും സ്വർഗത്തിന്റെ വാതിൽ തുറക്കും. ഇന്നലെ വ്യാഴാഴ്ച എന്നല്ലോ, നോമ്പ് പോറ്റിട്ടുണ്ടാവും. തിങ്കളാഴ്ച ഇൻഷാ അല്ലാഹ് നോമ്പ് വിൽക്കണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. എന്നിട്ട് എന്താ പറഞ്ഞത്? ഫയുഗ്ഫറു ലികുല്ലി അബ്ദിൻ, എല്ലാ അടിമക്കും ഈ ദിവസങ്ങളിൽ പുറത്തു കൊടുക്കും. ലാ യുശ്രികു ബില്ലാഹി ശൈഅ, ശിർക്ക് ചെയ്യാത്തവർക്ക്, ശിർക്ക് ചെയ്തവർക്ക് മാപ്പില്ല. നമ്മൾ കേട്ട ഹദീസാണ്. വീണ്ടും വീണ്ടും, ഇല്ലാ ലിറജുലിൻ കാനത് ബൈനഹു വബൈന അഖീഹി ശഹന, പിണങ്ങിയവർക്ക് ഒഴികെ. പിണങ്ങിയവർക്ക് തൽക്കാലം മാപ്പില്ല. ശിർക്ക് ചെയ്യരുത്, പിണങ്ങരുത്. നേരിയൊരു പിണക്കം രാവിലെ ഭാര്യയും ഭർത്താവായിട്ട് ഉണ്ടോ? ആങ്ങളെയും പെങ്ങളായിട്ട്, ചങ്ങാതിമാരായിട്ട്. യുഖാലു, അവരോട് മലക്കുകളോട് അല്ലാഹു പറയും, അൻളിറു ഹാദൈനി, ഇവരെ രണ്ടുപേരുടെയും കാര്യം പെൻഡിങ്ങിൽ വെക്കണം. ഹത്താ യസ്തലിഹ, ആദ്യം ഓലും നന്നാകട്ടെ. അതവിടെ കെട്ടിക്കിടക്കുകയാണ് ഫയല്.
നമ്മൾ ചൂടാവൂലേ? പഞ്ചായത്തിലും വില്ലേജിലും അവിടെ ഇവിടെയൊക്കെ ചെന്നിട്ട് നമ്മളെ ഫയൽ കുറെ കാലമായിട്ട് എടുത്തില്ലെങ്കിൽ നമ്മൾ സഹിക്കുവോ, സമ്മതിക്കുവോ? എന്നാൽ ഇത് റബ്ബുൽ ഇസ്സത്ത് പിണങ്ങിയവരുടെ ഫയലുകൾ അവിടെ പെൻഡിങ്ങിൽ വെക്കാൻ മലക്കുകളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അവര് തൊടുവോ? പിന്നെ ഇല്ല. അള്ളാഹു വിടുവോ? അതുകൊണ്ട് പിണക്കങ്ങളൊക്കെ മാറ്റിക്കളി. അഫ്സുസ്സലാം, സമാധാനം, സ്വൈരല്ല, സ്വസ്ഥതല്ല, സമാധാനമല്ല എന്ന് നമ്മൾ എവിടുന്നാ കേൾക്കുന്നത്? മിക്കവാറും മണിയറയിന്ന്, അടുക്കളയിന്ന്, റൂമെന്ന്, പൂമുഖത്തുനിന്ന്. എന്തേ? ആ കല്യാണം കഴിക്കാൻ പോയ ദിവസം ആലോചിച്ച് നോക്കി നിങ്ങൾ. ഒരുങ്ങി ഉഷാറായി ചെല്ലുമ്പോലൊക്കെ ഇങ്ങനെ ജനലിൽ കൂടെ ഇങ്ങനെ നോക്കണ്, നല്ല ഭക്ഷണ പലഹാരവും ചായയൊക്കെ കൊണ്ടുവന്ന് വെക്കണ്, ചിരിക്കണ്, സംസാരിക്കണ്, നാണം കുണുങ്ങിയായി ഓള് വന്ന് സംസാരിക്കണ്. അങ്ങനെ ആടി ആഘോഷമായി കല്യാണമൊക്കെ നടന്ന് പുതുമണവാളനും പുതുമണവാട്ടിയുമായിട്ട് നടന്ന് പിന്നെന്തേ വഴിമാറിയത്? സ്വൈരല്ല, സ്വസ്ഥതല്ല, സമാധാനമല്ല. അതിന് മാത്രം എന്തെങ്കിലും ഉണ്ടായോ? നല്ല ഇണകളായിരുന്നു, കുരുത്തം പൊരുത്തൊക്കെ നോക്കിയിട്ടുണ്ട്. കുഫുവത്തെ കല്യാണാണ്. അതിൽ ഹറാമായ പണമായി, പണ്ടമായി, പറമ്പായി, അറയായി, വിസിയായി, ജോലി വാഗ്ദാനമായി സ്ത്രീധനമില്ല, കള്ളും കഞ്ചാവുമില്ല, ആണും പെണ്ണും ഇടകലരുന്നില്ല. നല്ല ജീവിതമാണ്. അള്ളാഹു അരുളിയതാണ് സൂറത്തുർ റൂം 32-ാമത്തെ ആയത്തിൽ, അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജ, നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇണകളെ ഉണ്ടാക്കി തന്നു എന്നത്. എന്തിന്? ലിതസ്കുനു ഇലൈഹ, സമാധാനം കിട്ടാൻ. ലിതസ്കുനു ഇലൈഹ, അവളിൽ അടങ്ങാൻ, അവളിൽ ഒതുങ്ങാൻ, തെറ്റിച്ചെറിച്ച് കണ്ണങ്ങോട്ടും ഇങ്ങോട്ടും പോകാതിരിക്കാൻ, നാവങ്ങോട്ടും ഇങ്ങോട്ടും പോകാതിരിക്കാൻ, ചെവി അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതിരിക്കാൻ, മനസ്സ് പതറിപ്പോകാതിരിക്കാൻ, ഒതുങ്ങാൻ. കുതിരക്ക് കണ്ണുകെട്ടിയ പോലെ ഭാര്യ ഭർത്താവിനും ഭർത്താവ് ഭാര്യക്കും പരസ്പരം സമാധാനം. ഹുന്ന ലിബാസുൽ ലക്കും വഅൻതുൽ ലിബാസുൽ ലഹുന്ന, നിങ്ങൾ അവളുടെ വസ്ത്രമാണ്, അവൾ നിങ്ങളുടെ വസ്ത്രമാണ്. അള്ളാഹു അരുളി. അങ്ങനെ തന്നെയാണോ? അതോ കഴിച്ചിട്ട് അവളെ ഒഴിവാക്കിയോ? അവൾ നിങ്ങളുടെ പോരായ്മകൾ മറച്ചു വെക്കുന്നതിന് പകരം അയലോക്കത്ത് പോയി പറഞ്ഞോ? അവൻ മോളെ നിന്റെ പോരായ്മകൾ മറച്ചു വെക്കുന്നതിന് പകരം ചങ്ങാതിമാരോട് പീഡികക്കൊലായിലിരുന്ന് പറഞ്ഞോ? അരുത്. വസ്ത്രമാണ്. വസ്ത്രം നാണം മറക്കാനുള്ളതാണ്, പോരായ്മകൾ മറക്കാനുള്ളതാണ്, സൗന്ദര്യം പൊലിപ്പിക്കാനുള്ളതാണ്, അല്ലേ? അതുകൊണ്ട് ലിതസ്കുനു ഇലൈഹ, നിങ്ങൾ അവളിൽ സമാധാനം കണ്ടെത്താൻ. സമാധാനത്തിന്റെ വീട്ടിലെ കേന്ദ്രം ഉമ്മയാണ്, മകളാണ്, ഭാര്യയാണ്, പെങ്ങളാണ്, അഥവാ ഭാര്യയാണ്, ഒരാളുടെ ഭാര്യയാണ്. അപ്പൊ മനസ്സിലായില്ലേ? ആണുങ്ങളെ നമുക്കല്ല സമാധാനം കൊടുക്കാൻ കഴിയാം. സമാധാനം എവിടെയാ? അവളിലാണ്. അതുകൊണ്ട് നമ്മളെ മോളെങ്ങനുണ്ട്, പെങ്ങളെങ്ങനുണ്ട്, ഉമ്മ എങ്ങനുണ്ട്, വാപ്പാക്ക് സമാധാനം കൊടുക്കുന്നുണ്ടോ, സ്വസ്ഥത കൊടുക്കുന്നുണ്ടോ? സ്വൈരം കെടുത്തുകയാണോ? സ്വൈരം നശിപ്പിക്കുകയാണോ? അതുകൊണ്ട് മാറണം, സമാധാനം കിട്ടണം. ആ സമാധാനം കിട്ടിയില്ലെങ്കിൽ ചിലപ്പോൾ എന്താ ചെയ്യുന്നത്? നിങ്ങൾ ഹാങ്ങറിന്ന് കുപ്പായം വലിച്ചൂരിട്ട് ഒരൊറ്റ ഇറക്ക. ഷുജായി, എന്തേ കാര്യം? മീശണ്ട്. ഓഹോ, ഉമ്മ അങ്ങനെ ഇറങ്ങിയാലോ? സ്വസ്ഥത കഴിഞ്ഞിട്ട് ഉമ്മ വീട്ടിൽ നിന്നാണ് ഇറങ്ങിയാൽ എങ്ങനെ ഉണ്ടാവും? വീട് കുളമാകും, വീട് സ്വൈരം നശിക്കും, വീട് തകരും. ഭാര്യ അങ്ങനെ ഇറങ്ങിയാലോ? പെങ്ങൾ അങ്ങനെ ഇറങ്ങിയാലോ? മകൾ അങ്ങനെ ഇറങ്ങിയാലോ? നിങ്ങൾ ആണായതുകൊണ്ട് നിങ്ങൾ ഇറങ്ങുകയാണോ? അരുത്. അവിടെ നിൽക്കിൻ. മടങ്ങി വരാനാ പറഞ്ഞിരിക്കുന്നത് ഇസ്ലാം. വീട്ടിലേക്ക് മടങ്ങുക. ഫർളിന്റെ അപ്പുറത്തുപ്പുറത്തുള്ള സുന്നത്ത് എവിടുന്ന നിസ്കരിക്കേണ്ടത്? വീട്ടിന്ന്. അതുകൊണ്ട് ഇവിടുന്ന് ആരും സുന്നത്ത് നിസ്കരിക്കാൻ നിൽക്കേണ്ടതില്ല. തഹിയ്യത്ത്, തറാവീഹ്, പിന്നെ എന്തെങ്കിലും നിസ്കാരങ്ങൾ ഉണ്ടെങ്കിൽ അത് കേട്ടോ. സുബൈന്റെ മുമ്പ് 2, ളുഹറിന് മുമ്പ് 4, ശേഷം 4, അസറിന് മുമ്പ് 4, മഗ്രിബിന് മുമ്പ് 2, ശേഷം 2, ഇശാന്റെ മുമ്പ് 2, ശേഷം 2. അതൊക്കെ ഇവിടുന്ന് വീട്ടിന്ന്. അപ്പൊ എന്താ? വീട്ടിലെത്തണം. മക്കളൊക്കെ കറക്റ്റ് നിസ്കാരമായിരിക്കും. വീട്ടിൽ ആളുണ്ടാകും, വീട്ടിൽ അനാവശ്യങ്ങൾ ഉണ്ടാവില്ല. സമാധാനം കൊടുക്കണം. അതുകൊണ്ട് പുറത്തിറങ്ങലല്ല, കാട്ടിപ്പോവുകയാണ് ചില ആൾക്കാർ. സമാധാനത്തിന്റെ തെറ്റായ വഴികൾ, സ്വസ്ഥത തേടി, സമാധാനം തേടി കാട്ടിപ്പോയി സന്യാസിയായി
പാമ്പും കീരിയും ചേരിയും പുലിയും ആനയും അതുപോലെ സിംഹവും ഒക്കെ ഉള്ള അവരടിയിൽ മനുഷ്യ നീ മൃഗമല്ല, നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് ഇതല്ല, ഈ പണിക്കല്ല. ഉഖ്രിജത്തിൽ ഇന്നാസ്, ജനങ്ങളിലേക്ക് പറഞ്ഞയച്ചതാണ് നിന്നെ. തഅ്മുറൂന ബിൽ മഅറൂഫ്, ന്യായം കൽപ്പിക്കാൻ, വതൻഹൗന അനിൽ മുൻകർ, അന്യായം തടയാൻ, തുഅ്മിനൂന ബില്ലാഹ്, ഈമാനോടുകൂടി. ഇതിനാണ് അല്ലാഹു നമ്മളെ ഇറക്കിയത്, പടച്ചത്. അതുകൊണ്ട് കാട്ടുപോകല്ല, നാട്ടിലേക്ക് വരിൻ. അതാ പഠിപ്പിക്കുന്നത്. സൂഫി ജട പിടിച്ച് മുടി ചീകാതെ, വസ്ത്രം കഴുകാതെ, ഭക്ഷണം ശരിയായ രീതിയിൽ കഴിക്കാതെ അവിടെ എങ്ങനെ ഇരിക്കുക? മനസ്സിലാകാത്ത ഭാഷ പറയാം. ഇരുന്ന് അനങ്ങാതെ അങ്ങനെ ഇരുന്നിട്ട് അവസാനം ചെതല് വന്ന് മൂടി എന്നാ പറയണത്. വാൽമീകി മഹർഷി അങ്ങനെ ഉണ്ടാവുമോ? ഉണ്ടെങ്കിൽ നമുക്കത് പറ്റുമോ? എല്ലാവരും കാട്ടുപോയ എന്താവും? കാട് നാടാവും, നാടോ കാടാവും. എല്ലാ കെട്ടിടങ്ങളും ചെതല് പിടിക്കും, എല്ലാ ഇരുമ്പ് വസ്തുക്കളും പൂഴി പിടിക്കും, സ്കൂളും കോളേജും ഒന്നും ആവശ്യമില്ലാതെ വരും, കടകളും കമ്പോളങ്ങളും ഇല്ലാതാകും. അതല്ല, മറിച്ച് നഗരം വേണം, നാഗരികത വേണം, പള്ളിയും പള്ളിക്കൂടവും വേണം. അതുകൊണ്ട് കാട്ടുപോകലല്ല സമാധാനത്തിന്റെ മാർഗം. ലാ റഹബാനിയത്ത ഫിൽ ഇസ്ലാം, ഇസ്ലാമിൽ ബ്രഹ്മചര്യം ഇല്ല. വറഹബാനിയത്തൻ ഇബ്തദൗഹാ, അവർ യഹൂദി നസാറ പടച്ചുണ്ടാക്കിയതാണെന്ന്. കല്യാണം കഴിക്കണ്ട, പാസ്റ്ററാകുക, കന്യാസ്ത്രീയാകുക, സൂഫിയാകുക നമ്മുടെ മതമല്ല, അത് മനുഷ്യ മതമല്ല. കാരണം എന്താ? അവരെ മാതാപിതാക്കൾ കല്യാണം കഴിച്ചിട്ടല്ലേ അവരുണ്ടായത്. ഇനി ലോകത്താരും ആരും വേണ്ടാന്ന് അതല്ല, മറിച്ച് തസവ്വജു, കല്യാണം കഴിക്കും. അൽ വലൂദ, ധാരാളം പ്രസവിക്കുന്ന സ്ത്രീകളെ. അൽ വദൂദ്, ധാരാളം സ്നേഹിക്കുന്ന സ്ത്രീകളെ. അപ്പോ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ലിതസ്കുനു ഇലൈഹ, നിങ്ങൾ അവളിലേക്ക് മടങ്ങാനെന്ന്. അതുകൊണ്ട് പെണ്ണുങ്ങൾ സമാധാനം കൊടുക്കണം, സ്വസ്ഥത കൊടുക്കണം. സ്വസ്ഥത കൊടുക്കണമെങ്കിലും അത് വാങ്ങാനുള്ള കൈയാകണേ, വാങ്ങാൻ പറ്റുന്ന കൈയാകണം. ദേഷ്യം പിടിച്ചിട്ട് ചറച്ചു നിന്നിട്ട് സ്നേഹം കിട്ടുമോ? ഇല്ല. അത് ചോദിച്ചു വാങ്ങേണ്ടതല്ല, അത് വാരിക്കോരി കൊടുക്കേണ്ടതാണ്. കൊടുത്താൽ കിട്ടും, കിട്ടിയ കൊടുക്കും ചെയ്യാം. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പഴി പറഞ്ഞിട്ട് കാര്യമില്ല. നീയല്ലേ തരേണ്ടത്, ഞാനല്ലേ തരേണ്ടതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കൊടുക്കാനും വാങ്ങാനും ഒക്കെ ഒരു യോഗഭാഗ്യം വേണം. അപ്പോ ഫർദിന് മുമ്പും പിമ്പുമുള്ള സംസ്കാരങ്ങൾ വീട്ടുന്ന്. അപ്പൊ സമാധാനം കിട്ടാൻ വേണ്ടി കാട്ടുപോകരുത്. ഹജ്ജ്, അറഫ, മിന, മുസ്ദലിഫ, സഫ, മർവ, സംസം, ഹറം, കഅബ, ഹിജ്ർ, ഹജർ ഒക്കെ ഉണ്ട്. പക്ഷേ റസൂലുള്ളാഹി പറഞ്ഞു, ഹജ്ജ് കഴിഞ്ഞാൽ വേഗം വീട്ടിലേക്ക് മടങ്ങണം. ഒരു യാത്ര പോവുകയാണ്, ഒരു വൈക്ക് പോവുകയാണ്, എന്നാ ഒന്ന് കറങ്ങിയിട്ട് വരാം, കറങ്ങിയിട്ട് വരാം എന്നല്ല റസൂൽ പറഞ്ഞത്. യാത്ര എന്തിനാ പോണത്? ആവശ്യം കഴിഞ്ഞാൽ ഉടനെ വരണം. ഇന്ന് ഒരു സഹോദരി കുറെ തർക്കിച്ച് ചോദിച്ചു, ഞങ്ങൾ 30 ആൾക്കാരുണ്ട്, ദീൻ പഠിക്കുന്ന ആൾക്കാരാണ്, കുറച്ച് സമാധാനം കിട്ടാൻ വേണ്ടി ഞങ്ങളൊരു കുറച്ച് ദൂരം പോയിട്ട് ഞങ്ങളെല്ലാവരും കൂടി പോട്ടെ, അതിനൊരാണ് വേണോ, മഹ്റം വേണോ എന്നാണ് അവരുടെ ചോദ്യം. മഹ്റം വേണമല്ലോ, ഒന്ന്. രണ്ടാമത്, ഒരു അത്യാവശ്യ യാത്രയാണ് എങ്കിൽ ഒരു സ്വന്തമായ ഒരാണില്ലെങ്കിലും അങ്ങനെ പോകാനുള്ള വകുപ്പുകളുണ്ട്. ഇതൊരു അത്യാവശ്യമാണോ? അല്ല. ഭർത്താക്കന്മാരെ വിട്ട്, മക്കളെ വിട്ട്, മാതാപിതാക്കളെ വിട്ട്, ഖുർആൻ പഠിക്കുന്ന പെണ്ണുങ്ങളെല്ലാവരും കൂടി ഒരു സ്ഥലത്ത് പോയിട്ടിരുന്ന് വർത്താനം പറഞ്ഞ് ഭക്ഷണം കഴിച്ച് ഒരു സമാധാനം. പെങ്ങളെ, സമാധാനം വീട്ടിലാകിട്ടേണ്ടത്. നിങ്ങളാണ് സമാധാനം കൊടുക്കേണ്ട ആൾക്കാർ, നിങ്ങളാണ് സമാധാനത്തിന്റെ കേന്ദ്രം. അതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ സമാധാനം കൊടുക്കുന്ന സ്ത്രീകൾ, നമുക്ക് സമാധാനം കിട്ടണം, അല്ലേ? അപ്പൊ യാത്ര പോയാൽ മര്യാദക്ക് നമ്മൾ എന്ത് ചെയ്യണം? ആവശ്യം കഴിഞ്ഞാൽ ഉടനെ വീട്ടിലേക്ക് മടങ്ങണം. അവിടെയും ഇവിടെയും കറങ്ങി നടക്കരുത്. കാഴ്ചകളൊക്കെ ഇവിടെ ഉണ്ട്. മക്കളെക്കാൾ നല്ല കാഴ്ച ഉണ്ടോ മക്കളെ? സ്വന്തം പൂന്തോട്ടം പോലെ വേറൊന്നുണ്ടോ? അധ്വാനിച്ചുണ്ടാക്കിയ പൂളമരം പോലെ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മരങ്ങൾ പോലെ, ചെടികൾ പോലെ നല്ലൊന്നുണ്ടോ? വായിക്കിൻ, ഓതിൻ, പഠിക്കിൻ, ദഅവത്ത് ചെയ്യിൻ. അതുകൊണ്ട് യാത്രകൾ അത്യാവശ്യത്തിനാണ്. നമ്മുടെ സമാധാനം കിട്ടാൻ വേണ്ടി കാരം
കള്ളുഷാപ്പിലേക്ക്, ലഹരി കേന്ദ്രങ്ങളിലേക്ക്, ചീട്ടുകളിയിലേക്ക്, കല്ലുകളിയിലേക്ക്, കുത്തുകളിയിലേക്ക് പോകുന്ന സഹോദരങ്ങൾ ആരെങ്കിലും നമ്മുടെ പരിചയത്തിലുണ്ടോ? അവരോട് പറയണം, സമയം നഷ്ടമാണ്, പണം നഷ്ടമാണ്. ലഹരി ആരോഗ്യത്തെ നശിപ്പിക്കുന്നു, ആന്തരിക അവയവങ്ങളെ കാർന്നു തിന്നുന്നു, കരള് പോകും, ഒരുപാട് അവയവങ്ങൾ നഷ്ടപ്പെട്ടു പോകും, ക്യാൻസർ വരും. പടച്ചോൻ ചോദിക്കും. അതുകൊണ്ട് ലഹരി പരിഹാരമല്ല. അതുകൊണ്ട് സമാധാനം ഉണ്ടാവോ? കള്ളുകുടിച്ച് പിപ്പിരിയാകുമ്പോ ലോകമാകെ വർണ്ണശലഭങ്ങൾ പാറിക്കളിക്കുന്നതൊക്കെ തോന്നും. അതടങ്ങിയാലോ പഴയ മൂട്ട തന്നെയാണ്, പഴയ കിടക്ക തന്നെയാണ്, പഴയ ഭാര്യ തന്നെയാണ്, പഴയ ഭർത്താവ് തന്നെയാണ്, പഴയ പാത്രങ്ങൾ തന്നെയാണ്, പഴയ കസേര തന്നെയാണ്, പഴയ നാട് തന്നെയാണ്. മാറ്റൊന്നുമില്ല. കൂടുതൽ ദുഃഖത്തിലേക്ക്, കൂടുതൽ സങ്കടത്തിലേക്കാണ് നമ്മുടെ പോക്ക്. അതുകൊണ്ട് മാറ്റമുണ്ടാകണം. അതിനാൽ സമാധാനപൂർണമായ ഒരു ജീവിതം നമ്മൾ നയിക്കണം. അസമാധാനത്തിന്റെ വഴികളിലൂടെ ഒന്നും പോകരുത്. സമാധാനം കിട്ടാൻ വേണ്ടി തെറ്റായ വഴികളിലൂടെ പോകരുത്. ഒളിച്ചോട്ടം നാട് വിട്ട് പാലക്കാട്ടേക്ക് പോവുക, വയനാട്ടിലേക്ക് പോവുക. മക്കള് 10, 13, 12, 15 വയസ്സായ മക്കൾ അങ്ങനെ പോകുന്നുണ്ട്. വീട്ടിൽ സ്വസ്ഥതയില്ല എന്ന് പറഞ്ഞിട്ട്. അത് ഇടവരുത്തരുത്. സ്നേഹിക്കണം. സ്നേഹം ചുണ്ടിൽ വേണം, സ്നേഹം കവിളിൽ വേണം, സ്നേഹം നാവിൽ വേണം, സ്നേഹം ഈ വിരലിന്റെ അറ്റത്ത് വേണം. ഒന്ന് കെട്ടിപ്പിടിക്കാൻ, ഒരു ചുംബനം കൊടുക്കാൻ, സമാധാനത്തിന്റെ വാക്ക് പറയാൻ, മാർക്ക് കിട്ടിയാൽ ഒന്ന് തലോടാൻ, മാർക്ക് കുറഞ്ഞാലും ഒന്ന് ആശ്വസിപ്പിക്കാൻ. അവര് പിണങ്ങിപ്പോകരുത്. നമ്മുടെ വീട്ടിൽ നിന്ന് അവര് വേറൊരു വീട്ടിൽ പോകരുത്, അയൽപ്പക്കത്ത് പോകരുത്. ചങ്ങാതിമാരുടെ കൂടെ ബൈക്കിൽ കറങ്ങി നടന്ന അവസാനം അപകടം പറ്റി ജഡം മയ്യത്ത് തിരിച്ചു വരരുത്. അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ നിന്ന് സമാധാനത്തോടു കൂടിയല്ലാതെ ഒരു മകനും ഒരു മകളും ഇറങ്ങിപ്പോകരുത്. തീരുമാനമെടുക്കണം, തീരുമാനം നടപ്പാക്കണം. വീട്ടിൽ ചെന്നിട്ട് ചർച്ച ചെയ്യണം. ആരാണ് പിണങ്ങിപ്പോയത്? അവിടെ പോയിട്ട് എന്തെടുക്കുകയാണ്? പാത്രം കഴുകുകയാണോ? അവിടെ പോയിട്ട് എച്ചിലെടുക്കുകയാണോ? അവിടെ പോയിട്ട് കള്ളന്മാരുടെ ഏജന്റ് ആവുകയാണോ? അക്രമങ്ങളിൽ ഏർപ്പെടുകയാണോ? മയക്കുമരുന്നിന്റെ പിമ്പാവുകയാണോ? എത്രയോ ആൾക്കാർക്ക് അങ്ങനെ സംഭവിച്ചിട്ടില്ലേ? ഉണ്ട്. എവിടുന്ന് തുടങ്ങിയത്? വീട്ടിൽ നിന്നാ തുടങ്ങിയത്. 65 ലക്ഷം വേശ്യകളുണ്ട്. 65 ലക്ഷം വേശ്യകളുണ്ട് നമ്മുടെ നാട്ടിൽ. അവർ അവിടെ പൊട്ടിമുളച്ചതാണോ? ബോംബെയിലെ തെരുവിൽ? അല്ല. അവർ വീട്ടിൽ നിന്ന് പോയതാ. അന്ന് അവർ വേശ്യയാണോ? അല്ല. അവരെന്തിനു വീട്ടിൽ നിന്ന് പോയി? അവർ വേശ്യയാകാൻ കാരണം എന്താണ്? ആ പെൺകുട്ടി ചോരയും നീരുമുള്ള പ്രായത്തിൽ കല്യാണം കഴിക്കാതിരുന്നോ? അള്ളാഹു പറഞ്ഞതാണ്, സമാധാനിക്കാൻ കല്യാണം ഉണ്ടാക്കി കൊടുക്കണം. നല്ല പ്രായത്തിൽ എല്ലാവർക്കും കല്യാണം ഉണ്ടാക്കണം. ഭർത്താവ് മരിച്ചാൽ അവൾക്ക് കല്യാണം ഉണ്ടാകണം. ബാപ്പ മരിച്ചാൽ ഉമ്മാക്ക് കല്യാണം ഉണ്ടാകണം. ഇണയും തുണയും വേണം. സമാധാനം കിട്ടണം. ആണിന് വേണം, പെണ്ണിന് വേണം. 5,27,527 സ്ത്രീകൾ അധികമുണ്ട്. ഒരു പെണ്ണും വേശ്യയാകരുത്. അവിടേക്ക് എത്തിക്കുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ കുറ്റവാളികളാകരുത്. അവിടെ എത്തിയാൽ നമ്മൾ കുറ്റം പറയും. അതിനു മുമ്പ് നമ്മളെയാണ് കുറ്റം പറയേണ്ടത്. അങ്ങോട്ട് ചൂണ്ടുമ്പോ 3 വിരൽ ഇങ്ങോട്ടാ ചൂണ്ടുന്നത്. അതിനാൽ ഒരു സ്ത്രീയും തന്നെ വേശ്യാലയത്തിലേക്ക് പോകരുത്. വിവാഹം വിശുദ്ധമാണ്, വ്യഭിചാരം നിഷിദ്ധമാണ്. എല്ലാ നല്ല സ്ത്രീകൾക്കും കല്യാണം ഉണ്ടാകണം. അപ്പൊ വേശ്യാലയങ്ങൾ റെയ്ഡ് ചെയ്യേണ്ടി വരില്ല, താനെ പൂട്ടിക്കോളും. അവിടെ അവർ ജീവിക്കുന്നുണ്ട്. അവിടെ അവർ കൺമഷിയും പൗഡറും ഇടുന്നുണ്ട്. അവരവിടെ നല്ല വസ്ത്രം ധരിക്കുന്നുണ്ട്. അവരവിടെ ചികിത്സിക്കുന്നുണ്ട് എയ്ഡ്സിനെ. പണം ഇടുന്ന നമ്മുടെ ആരുടെയെങ്കിലും ഡയറിയിൽ എഴുതി വെച്ചിരിക്കുന്നു വേശ്യക്ക് ഇത്ര പൈസ കൊടുത്തു? ഇല്ല. അപ്പൊ കണക്കിൽപ്പെടാത്ത കോടിക്കണക്കിന് ഉറുപ്പിക എല്ലാ ദിവസവും അവിടെ ചെലവഴിക്കപ്പെടുന്നുണ്ട്. അതിന്റെ പരിഹാരം എന്താ? വിവാഹമാണ്. ഒന്നുകൊണ്ട് തികയുന്നില്ലെങ്കിൽ ഭാര്യ തന്നെ ഒന്നുകൂടി ഉഷാറാകണം. വൃത്തി വേണം. സൗന്ദര്യം കുറച്ചുകൂടി ഭർത്താവിന്റെ മുമ്പിൽ മാത്രം പ്രകടിപ്പിക്കണം. അവൾ അവിടെ അവന്റെ ഭാര്യ ഭർത്താവിന്റെ സ്വന്തം കാമുകിയെ പോലെ പെരുമാറണം. ഭാര്യയുടെ കാമുകിയായി ഭർത്താവ് പെരുമാറണം. വീട്ടിന്റെ ഉള്ളിൽ, റൂമിന്റെ ഉള്ളിൽ. അപ്പൊ വേശ്യാലയങ്ങൾ ഉണ്ടാവില്ല. ഒരു പെണ്ണും
മറ്റൊരാളോട് സങ്കടം പറയാൻ ഇടവരൂല, അയൽപ്പക്കക്കാരെ കൂടുതൽ സ്നേഹിക്കാൻ ഇടവരൂല. അതുകൊണ്ട് സ്വന്തം സമാധാനത്തിന്റെ കേന്ദ്രമായി വർത്തിക്കാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാകണം. സമാധാനത്തിന്റെ വഴികൾ തേടണം. മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുമ്പോൾ സൗർ ഗുഹയിൽ ശത്രുക്കമ്പെളമ്പാടും വളഞ്ഞ ആ സമയത്ത് അവർ നമ്മളെ കാണും, അതിലെ പോയാൽ നമ്മളെ കാണുമെന്ന് പറഞ്ഞ നേരത്ത് റസൂലുള്ള പറഞ്ഞ പൊന്നായ വാക്ക് സൂറത്തു തൗബ 40-ാമത്തെ ആയത്ത്, ലാ തഹ്സൻ, നീ ദുഃഖിക്കണ്ട, ഇന്നല്ലാഹ മഅനാ, തീർച്ചയായും അല്ലാഹു ഉണ്ട് നമ്മുടെ കൂടെ. കൊടിക്കണക്കിന് സൈന്യമുണ്ടായാലും പട്ടാളമുണ്ടായാലും ആ വാക്കിന്റെ ബലം കിട്ടൂല. കിട്ടുമോ? അബൂബക്കർ റളിയല്ലാഹുവിനോട് പറഞ്ഞത് ഫഅൻസല സക്കീനത്ത്, അല്ലാഹു സമാധാനമിറക്കി കൊടുത്തു. അല്ലാഹു സമാധാനമിറക്കി കൊടുത്തു. അപ്പൊ സമാധാനത്തിന്റെ കേന്ദ്രം അല്ലാഹുവാണ്. മുറുക്കി പിടിക്കുക അല്ലാഹനെ. സ്വസ്ഥത ഉണ്ടാകും, സ്വൈരത ഉണ്ടാകും. പ്രശ്നങ്ങൾ ഉണ്ടായാലും അതിൽ ക്ഷമയും സഹനവും കിട്ടും. വേദനകൾ, രോഗങ്ങൾ, വിഷമങ്ങൾ, കഷ്ടപ്പാടുകൾ ഉണ്ടാകുമ്പോൾ ഇന്നല്ലാഹ മഅനാ, തീർച്ചയായും അല്ലാഹു ഉണ്ട് കൂടെ. ഇന്നാല മുദറഖൂൻ, ഫിറഔനദാ അപ്പുറത്ത്, ഇപ്പുറത്തിതാ കടല്, രണ്ടിനുമിടയിൽ പാവപ്പെട്ട മൂസ അലൈഹിസ്സലാമും കൂട്ടരും. ഇന്നാല മുദറഖൂൻ, പിടിക്കപ്പെട്ടു കഴിഞ്ഞു എന്ന് അവര് പറഞ്ഞപ്പോ കല്ലാ, ഇല്ല, ഇന്ന മഅയ റബ്ബി, എന്റെ റബ്ബന്റെ കൂടെയുണ്ട്. ആ ബലം, എന്നെ പിടിച്ചവർ ഏതും പേടിക്കണ്ട എന്ന് മയ്യത്തായി പോയ ഒരാളെ കുറിച്ച് ആരോ കള്ളക്കഥയുണ്ടാക്കി. 1000 വട്ടം മൊഹീദ്ദീൻ ശേഖിനെ വിളിക്കുക. അല്ലാഹു പറയുന്നു റബ്ബിനെ കുട്ടിപ്പിടിക്കാൻ, ഇന്നല്ലാഹ മഅനാ ഹൈസുമാ കുൻതും, നിങ്ങൾ എവിടെയാണെങ്കിലും ശരി, വഹുവ മഅക്കും, അവൻ നിങ്ങളുടെ കൂടെയുണ്ട്. മാ യകൂന മിൻ നജ്വാ സലാസത്തിൻ ഇല്ലാഹു വറാബിഹും, 3 ആള് സ്വകാര്യം പറയുമ്പോ 4-മനായി അല്ലാഹു ഉണ്ട്. ഇന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ എന്താ പ്രാർത്ഥിച്ചത്? അല്ലാഹുമ്മ അൻത സ്വാഹിബു ഫിസ് സഫർ വൽ ഖലീഫത്തു ഫിൽ അഹ്ൽ, അല്ലാഹുവേ നീയാണ് യാത്രയിലെ കൂട്ടുകാരൻ. വീട്ടിൽ ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നത് നിന്നെയാണ്. വീട്ടിൽ അല്ലാഹുവിനെ ഏൽപ്പിച്ച് അല്ലാഹുവിന്റെ കൂടെ അല്ലാഹുവിങ്കിലേക്ക് യാത്രയാകുന്ന വിശ്വാസി യാത്രയിലെ പ്രാർത്ഥനയുടെ ഒരു കഷണമാണ്. അതുകൊണ്ട് നമുക്കൊരിക്കലും സമാധാനം നഷ്ടപ്പെടരുത്. വിധിയിലുള്ള വിശ്വാസം സംഭവിച്ചതൊക്കെ സംഭവിക്കുന്നതാണ്, സംഭവിക്കേണ്ടതാണ്. സംഭവിക്കാത്തതൊന്നും സംഭവിക്കുന്നതല്ല, സംഭവിക്കേണ്ടതല്ല. കിട്ടിയതെല്ലാം കിട്ടുന്നതാണ്, കിട്ടേണ്ടതാണ്. കിട്ടാത്തതൊന്നും കിട്ടുന്നതല്ല, കിട്ടേണ്ടതല്ല. ഖലാഖദർ ഉറപ്പിച്ചു വിശ്വസിക്കുക. അതുകൊണ്ട് റബ്ബിനോട് ചോദിക്കുക, റബ്ബിങ്കിൽ നിന്ന് പ്രതീക്ഷിക്കുക. കിട്ടാത്തത് നാളെ കിട്ടും. ഇവിടെ കിട്ടിയാൽ കീശയിലാ കിട്ടുക, അവിടെ സ്വർഗമാണ് കിട്ടുക. ഇവിടെ പ്ലേറ്റിലാണ് കിട്ടുക, ഇവിടെ കടയിലാണ് കിട്ടുക. ഇവിടെ അല്ലാഹു എന്ത് തന്നാലും ഈ മണ്ണിലാണ് കിട്ടുക, അവിടെ സ്വർഗമാണ്. അതുകൊണ്ട് കിട്ടിയത് അൽഹംദുലില്ലാ, നമുക്ക് ആവശ്യമുള്ളതൊക്കെ ചോദിക്കാം. പക്ഷേ കിട്ടിയില്ലെങ്കിൽ സന്തോഷിക്കുക. കിട്ടിയാലോ കിട്ടിയതില്ല സന്തോഷം, കിട്ടിയില്ലെങ്കിലോ വളരെ വലിയ സന്തോഷം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ വഅലാ മൻ ഇത്തബഅൽ ഹുദാ ഇലാ യൗമിദ്ദീൻ. സഹോദരങ്ങളെ, ഇസ്ലാമിൻ്റെ വിധിവിലക്കുകൾ, നിയമനിർദ്ദേശങ്ങൾ സൂക്ഷിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. ലോക സമാധാനത്തെപ്പറ്റി നമുക്കെന്താ ചർച്ച ചെയ്യാൻ കഴിയുക? നമുക്കെന്താ പറയാനാവുക? നമ്മൾ ലോകത്ത് 800 കോടി മനുഷ്യരിൽ ഒരു ചെറിയ ജനക്കൂട്ടമാണ്. പക്ഷേ എല്ലാവർക്കും വേണ്ടി നമുക്ക് ഒരു കാര്യം ചെയ്യാൻ സാധിക്കും. അതെന്താ? പ്രാർത്ഥിക്കുക.
ഇന്ത്യയിൽ പ്രക്ഷുബ്ധമായ അന്തരീക്ഷങ്ങൾ മെല്ലെ ഒന്നടങ്ങിയിട്ടുണ്ട്. നാളെയും ഈ വിഷയങ്ങളൊക്കെ വരാം. നമുക്ക് പ്രാർത്ഥിക്കാം. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും യുദ്ധത്തിന്റെ മണവും യുദ്ധത്തിന്റെ ചൂരും ചോരയും എല്ലാം ഉണ്ട്. പൊട്ടിത്തെറിക്കാൻ പാകത്തിൽ പല രാജ്യങ്ങളും നിൽക്കുന്നുണ്ട്. അതിമോഹങ്ങളും ദുർമോഹങ്ങളും എല്ലാം ഉണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് എല്ലാവരെയും നിയന്ത്രിക്കാൻ, എല്ലാവരെയും ഉപദേശിക്കാൻ സാധിക്കുന്നില്ല. പക്ഷെ അതിൻ്റെ ചെറിയൊരു സാമ്പിളാണ് നമ്മുടെ ഗ്രാമം. ഈ ഗ്രാമത്തിൽ ഒരു പ്രശ്നവും ഉണ്ടാകരുത്, ഈ നഗരത്തിൽ ഒരു പ്രശ്നവും ഉണ്ടാകരുത്. അങ്ങനെ എല്ലാ ആളുകളും വിചാരിച്ചാൽ കഴിഞ്ഞു. അവിടെ എത്തുമോ എന്ന് നമുക്ക് നോക്കാം. നമ്മുടെ കയ്യിൽ മൊബൈലുണ്ട്, അതിൽ ഒരുപാട് ആളുകളുടെ നമ്പറുകളുണ്ട്. സമാധാനത്തിന്റെ സന്ദേശം എല്ലാവർക്കും എത്തിച്ചു കൊടുക്കണം. സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഭരണാധികാരികൾക്ക് വേണ്ടി, ഇസ്ലാമിന്റെ ഭരണാധികാരികൾക്ക് വേണ്ടി, മുസ്ലിം ഭരണാധികാരികൾക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കണം. ലോകത്തുള്ള എല്ലാ രാജാക്കന്മാർക്കും നേതാക്കന്മാർക്കും ഭരണാധികാരികൾക്കും വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. അവരുടെ എല്ലാവരുടെയും മനസ്സ് നന്നായി കിട്ടാൻ, ദുരാശയില്ലാതെ പ്രജകളെ സ്നേഹിച്ച് ബഹുമാനിച്ച് മുന്നോട്ട് നീങ്ങുന്നവരായി മാറാൻ നമുക്ക് സമാധാനം കിട്ടാൻ ഉള്ള മാർഗങ്ങളെല്ലാം തേടണം. ഒന്ന്, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അറിയുക, മനസ്സമാധാനം അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയിലാണ്. അള്ളാഹ് എന്ന് പറയുന്നത് മനസ്സുകൊണ്ടാകണം. അല്ലാഹുമ്മ, അല്ലാഹുവേ എന്ന് പറഞ്ഞ പ്രാർത്ഥന മനസ്സുകൊണ്ടാകണം. റബ്ബി, റബ്ബന എന്ന് പറയുന്നത് മനസ്സുകൊണ്ടാകണം. അപ്പൊ എവിടെയാണ് സമാധാനം? ഖുർആൻ നമുക്ക് നൽകുന്ന സമാധാനം. ഖുർആൻ നൽകുന്ന സമാധാനം. പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് നമ്മളെ പഠിപ്പിച്ചു. എന്ത്? ഇഖ്റഉൽ ഖുർആൻ ഫഖ്റഉ മാ തയസ്സറ മിനൽ ഖുർആൻ. ഖുർആൻ വായിക്കുക, ഓതുമ്പോൾ അതിന്റെ അർത്ഥം കൂടി നോക്കുക. മനസ്സിലേക്ക് നല്ല സമാധാനം പറയണം. എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ ഒരു പേജ് എടുത്ത് മറിച്ച് നോക്കി നിങ്ങൾ, അതിൽ നമ്മളോടുള്ള സംസാരം ഉണ്ടാകും. നമ്മുടെ വിഷയവുമായി അതിനൊരു നല്ല ബന്ധമുണ്ടാകും. ഒന്ന് പരീക്ഷിച്ചു നോക്കി. ഖുർആനിൽ 6 സ്ഥലത്ത് സമാധാനത്തിനെ പറ്റിയുള്ള ആയത്തുകൾ പറയുന്നുണ്ട്. സക്കീനത്ത്, 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 സക്കീനത്ത്. ഒന്ന് വായിച്ചു നോക്കി. ആ ആയത്തുകൾ വായിക്കുമ്പോൾ നമുക്ക് സമാധാനം കിട്ടും. അറിവിന്റെ സദസ്സുകൾ. മുസ്ലിമിലെ 2699 ഹദീസ്. അള്ളാഹുവിന്റെ പള്ളിയിൽ ഒരുമിച്ച് കൂടി ഖുർആൻ ഓതി അതിന്റെ അർത്ഥം പഠിക്കുന്ന ആളുകൾക്ക് സമാധാനം ഇറങ്ങും. അപ്പൊ എല്ലാ ദിവസവും രാവിലെ സുബൈക്കോ മഗ്രിബിനോ പള്ളിയിലൊരു ക്ലാസ്. എല്ലാവരും മുസാഫ് എടുക്കുക, ഒരായത്ത് ഇമാം ഓതുക, ആ ആയത്ത് എല്ലാവരും വായിക്കുക, എന്നിട്ട് അതിന്റെ പരിഭാഷ വായിക്കുക. 5 മിനിറ്റ് സമാധാനത്തിൽ ഇറങ്ങിപ്പോകാൻ നമുക്ക് സാധിക്കും. ഇന്ന് വെള്ളിയാഴ്ചയാണ്. നിങ്ങൾ സൂറത്തുൽ കഹ്ഫ് ഓതിയിട്ടുണ്ട് അല്ലേ? അപ്പോ ഉസൈബിന് ഹുലൈർ റളിയല്ലാഹു അൻഹു ഖുർആൻ ഓതുകയാണ്. ബുഖാരിയിലെ 2511. ഇപ്പൊ എന്താ പറഞ്ഞത്? മേഘം ഇങ്ങനെ വരുന്നു, കുതിര വിരളുന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തിൽക സഖീന തനസ്സലത് ലിൽ ഖുർആൻ. ഖുർആന് വേണ്ടി ഇറങ്ങിയ സമാധാനമാണത്. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട്. അഹ്സാബ് യുദ്ധം നടക്കുമ്പോൾ അല്ലാഹുമ്മ ലൗലാ അൻത മഹ്തദൈന, അല്ലാഹുവേ നീ ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ഹിദായത്തിലാവില്ല. വലാ തസദ്ദഖ്നാ, സദഖ ചെയ്യില്ല. വലാ സ്വല്ലൈനാ, നിസ്കരിക്കില്ല. അൽ മുശ്രികൂന ഖദ് ബഗൗ അലൈനാ, ഇദാ ശിർക്ക് ചെയ്യുന്ന ആളുകൾ ഞങ്ങൾക്കെതിരെ അതിക്രമം ചെയ്യുകയാണ്. ഫഅൻസിലൻ സക്കീനതൻ അലൈനാ, അല്ലാഹുവേ സമാധാനം ഇറക്കി തരണേ, അല്ലാഹുവേ സമാധാനം ഇറക്കി തരണേ. അഹ്സാബിലെ സൂറത്തുൽ അഹ്സാബ് നമ്മൾ വായിച്ചിട്ടുണ്ടാവും അല്ലേ? അപ്പോ ബുഖാരിയിലെ 2837 ഹദീസിൽ കാണാം ആ സംഭവം. സമാധാനം. കഠോരമായ യുദ്ധത്തിന്റെ രംഗം. ഏതൊരു യുദ്ധത്തിന്റെ സമയത്തും അള്ളാഹു സമാധാനം ഇറക്കി കൊടുത്തിട്ടുണ്ട്. നിസ്കരിക്കാൻ വരുമ്പോ കിതച്ചുകൊണ്ട് വരരുത്, ഓടരുത്.
സൊഫിലേക്ക് വരുമ്പോൾ മെല്ലെ വരണം. നിസ്കാരം സമാധാനപരമായി നിർവഹിക്കേണ്ടതാണ്. എല്ലായിടത്തും സമാധാനത്തിന്റെ സന്ദേശം. ഹജ്ജ് ചെയ്യുമ്പോൾ തിരക്ക് കൂട്ടരുതെന്ന് പറഞ്ഞു റസൂലുള്ളാഹി. കല്ലെറിയുമ്പോൾ തിരക്ക് കൂട്ടരുത്, ആരെയും തല്ലരുത്, കൊല്ലരുത് എന്ന് പറഞ്ഞു. എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ട് ഇക്കാര്യം. അതുകൊണ്ട് നല്ല ഗംഭീരമായ രീതിയിൽ നമുക്ക് സമാധാനത്തോടുകൂടി ജീവിക്കണം, സമാധാനം കൊടുക്കണം. ആരുടെയും സ്വസ്ഥത കെടുക്കുന്ന പരിഹാസവാക്കുകൾ, കളിയാക്കലുകൾ, കുത്തിനോവിക്കലുകൾ, കുശുകുശുക്കലുകൾ അതൊന്നും ചെയ്യരുത്. എല്ലാവരെയും ഫ്രീ ആയി വിടുക. ഈ നിലക്ക് ഭാര്യാഭർത്താക്കന്മാരായി, മാതാപിതാക്കളായി, മക്കളായി നമ്മൾ മുന്നോട്ട് പോവുക. എന്നിട്ട് ലോകത്തെങ്ങാടും എമ്പമുള്ള സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോട് പറയാ, ആരെയും ശല്യപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഒരവകാശവും നേടണ്ട. മറ്റുള്ളവരുടെ അവകാശം നശിപ്പിച്ചുകൊണ്ട് നമുക്കൊരവകാശവും വേണ്ട എന്ന് നമ്മൾ പറയാൻ ധൈര്യം കാണിക്കുക. അള്ളാഹുവേ അനുഗ്രഹിക്കണേ. ലോകത്തിനു മുഴുവൻ അള്ളാഹുവേ സമാധാനം നൽകി.